തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഉത്സവം കാണാനെത്തിയ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. തിരുവനന്തപുരം മണ്ണന്തല മുക്കോല ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് യുവാക്കൾക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത്. കഴുത്തിന് തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പേരൂർക്കട അമ്പലമുക്ക് മുട്ടട സ്വദേശികളായ അഭിറാം, അൻവർ, ജിബിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മണ്ണന്തല എസ്ഐയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നാണ് യുവാക്കളുടെ പരാതി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഉത്സവം കാണാനെത്തിയ ഉത്സവത്തിൽ പങ്കെടുത്ത യുവാക്കളെയാണ് പോലീസ് തല്ലിച്ചതച്ചതായി പരാതി. ഇവർ ആശുപത്രിയിലുമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ, കഴിഞ്ഞ ദിവസമാണ് യുവാക്കൾക്ക് മർദ്ദനമേൽക്കുന്നത്. മണ്ണന്തല ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് യുവാക്കൾക്ക് മർദ്ദനമേറ്റതെന്നാണ് പരാതി. പോലീസ് മർദ്ദിച്ചുവെന്നാണ് യുവാക്കൾ പരാതിപ്പെടുന്നത്. 3 യുവാക്കൾ ഇവർ അവിടെ ഉത്സവം കാണാനെത്തിയതാണ്. ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേള ഉണ്ടായിരുന്നു, അത് കാണാനെത്തിയതാണ്. അതിനുശേഷം ഗാനമേള തീരുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ പോകുന്നതിനുമായി ഇവർ ബൈക്ക് എടുക്കുന്നതിനായി ബൈക്കിനടിയിലേക്ക് ചെന്നു. പക്ഷേ ആ ചെല്ലുന്ന സമയത്താണ് പോലീസ് എത്തുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് അപ്പോൾ ഈ യുവാക്കൾ പരാതിപ്പെടുന്നത്. യുവാക്കൾ നമ്മളോടൊപ്പമുണ്ട്. ഈ 3 യുവാക്കളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അവർ 3 പേരും അവരുടെയും ശരീരത്തിൽ വലിയ രീതിയിൽ മുറിവ് ഏറ്റിട്ടുണ്ട്. മാത്രമല്ല മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തു. 3 പേർക്കും ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ യുവാക്കൾ പരാതിപ്പെടുന്നത്. അവരുടെ തലയ്ക്കും പിൻകഴുത്തിനും കാലിനുമെല്ലാം മുട്ടിന് മുകളിലോട്ട് വലിയ രീതിയിൽ മർദ്ദിച്ചു എന്നാണ് ഈ യുവാക്കൾ പരാതിപ്പെടുന്നത്. മണ്ണന്തല പോലീസിന്റെ എസ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ക്രൂരമർദ്ദനം നടത്തിയതെന്നാണ് യുവാക്കൾ പരാതിപ്പെടുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതിപ്പെടാൻ ഒരുങ്ങുകയാണ് യുവാക്കൾ. പേര് അഭിറാം എന്നാണല്ലേ? അഭിറാം, എന്താ സംഭവിച്ചത്? അനിയൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നേരത്തെ വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒരു 11-11:30 ആയി കാണും. വണ്ടി എടുക്കാൻ പോയപ്പോഴത്തേനും എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഷർട്ടിൻ്റെ കോളറിൽ വലിച്ചിങ് എടുക്കുകയായിരുന്നു. വണ്ടി എടുക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞ് താക്കോൽ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തിട്ടും അവരതിന് വഴങ്ങിയില്ല. പോവണ്ട എന്ന് പറഞ്ഞ് 2 പേര് ചേർന്ന് പിറകോട്ട് തള്ളിക്കൊണ്ടു വന്നു. അപ്പോൾ ഇത് കണ്ടതിൻ്റെ പേരിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് സാർ, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ അവരുടെ ടാർഗറ്റായി ഞങ്ങളെ 2 പേരെയും വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. ഒരു 15ഓളം പോലീസുകാർ ചേർന്നാണ് ഇത്രയും ക്രൂരമായിട്ട് ആക്രമിച്ചത്. കഴുത്തിൻ്റെ പിറകെ വലിയ കനമുള്ള ലാത്തിയല്ല, തടി കൊണ്ടാണ് അവരടിച്ചത്. അതിന് അടി കിട്ടിയതിന് ശേഷം എനിക്ക് ബോധരഹിതനായി നിന്ന് എന്നെ വീണ്ടും വളഞ്ഞിട്ടടിച്ചു. അവിടെ നിന്ന് എണീക്കുന്നവരെ അവരടിച്ചു. 1/2 കിലോമീറ്ററോളം ദൂരം പിന്നാലെ നടന്ന് ഈ 15-18ഓളം പോലീസുകാർ ചേർന്ന് SI ഉൾപ്പെടെ ചേർന്ന് വളരെ ക്രൂരമായി മർദ്ദിച്ചു. നിങ്ങളെന്തെങ്കിലും ഡാൻസ് കളിക്കുകയോ അങ്ങനെ വെള്ളം വയ്ക്കുകയൊന്നും ചെയ്തില്ല? നമ്മൾ ആ പരിപാടി കണ്ടുകൊണ്ട് നിന്ന് അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വിസിലടിച്ചിട്ടില്ല, ഡാൻസ് കളിച്ചിട്ടില്ല, ആരുമായിട്ടൊരു സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല, ആരുമായിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അവിടുത്തെ നാട്ടുകാരുമായിട്ട് സംസാരിച്ച പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കും. ഈ എൻ്റെ കഴുത്തിൻ്റെ പിറകെ ഈ തടി വെച്ച് അടിക്കുന്ന ഒരു കടയുടെ ഫ്രണ്ടിൽ വെച്ച് CCTV ഉള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് അടിക്കുന്നത്. അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷ്വൽ കിട്ടുമ്പോഴത്തേനും ഞങ്ങളുടെ ഭാഗത്തുള്ള എന്താണ് തെറ്റെന്ന് കാണുന്നവർക്ക് പോലും ബോധ്യമാകും. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിനെ വരെ അവർ വളരെ നാശമാക്കിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ. ഈ അഭിറാമും അൻവറും അവിടേക്ക് ആ സമയത്ത് നിങ്ങളുടെ അനിയൻ ജിബിന് മർദ്ദനമേൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതാണ്. ഞാൻ ആദ്യം കാണുമ്പോഴത്തേക്കിനും പോലീസുകാർ ഇവനെ ഇതേ കണക്ക് തള്ളി ആൾക്കൂട്ടത്തിന്റെ ഇടയിലോട്ടിട്ട് ലാത്തിക്ക് അടിക്കുന്നതാണ് കാണുന്നത്. എൻ്റെ അടുത്ത് നിന്നാണ് വണ്ടി എടുക്കാനായിട്ട് പോയത്. ഞാൻ ഓടിച്ചെന്ന് അതിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഉപദ്രവിക്കല്ലേ, വണ്ടി എടുക്കാനായിട്ട് പോയാണെന്നു. നമ്മുടെ മോശമായിട്ട് നല്ല രീതിക്ക് കുറെ ചീത്ത വിളിച്ചിട്ടാണ് ഓർഡർ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അടിച്ചിട്ട് ഓടിയില്ല, ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സാർ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമ്മളെ ഉപദ്രവിക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്തോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ. അവർക്ക് അതൊന്നും കേൾക്കാനും താല്പര്യമില്ല, നമ്മൾ പറയണതായിട്ട് ശ്രദ്ധിക്കാനും താല്പര്യമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ ഉപദ്രവിച്ച് അടിച്ച് തള്ളിയിട്ടാൽ മതി. സീരിയസ്ലി അതാണ് സത്യം. പോലീസ് എന്നൊന്നും പറയാനായിട്ട് സത്യമായിട്ട് നല്ല വിഷമമുണ്ട് കേട്ടോ. ഗുണ്ടകളെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. തലയിൽ കിട്ടാനുള്ള അടിയാണേട്ടാ ഞാൻ കൈ വെച്ച് പിടിച്ചോണ്ടിരുന്നത്. അതുപോലും മുട്ടിന് താഴോട്ട് അവർ അടിച്ചിട്ടില്ല. എല്ലാം ആളിന് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോട് തന്നെയാണ് അവർ ഉപദ്രവിച്ചിട്ടുള്ളത്. കഴുത്തിന്റെ പിന്നിലും തലയിലും എല്ലാം അടി കിട്ടി. ഇത് തലയിൽ അടി കിട്ടി എന്ന് പറഞ്ഞിട്ടും അതിന് ഞങ്ങൾക്ക് എന്താടാ എണീറ്റ് പോടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അടിച്ചുകൊണ്ടിരുന്നത്. കാരണം പോകെ പിറകെ നമ്മുടെ പിറകെ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കൈയും മുറുക്ക പിടിച്ചു വെച്ച് ലാത്തി ഓങ്ങിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. അതിലടിയിലാണ് എൻ്റെ അടിയിൽ കൊണ്ട് ആ ലാത്തി പൊട്ടി പോണത്. എന്നിട്ട് ഞാൻ പറയുന്നത്, സാർ എന്തിനാണ് എന്നെ അടിക്കണം, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, വീട്ടിൽ പോവല്ലേ, വണ്ടി എടുക്കാനല്ലേ വന്ന. പക്ഷെ അവർക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ നിന്ന് മർദ്ദിക്കണം, അടിച്ച് തറയത്തള്ളി ഇടണം. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അവർ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോയില്ല. അതാണ് പ്രശ്നം. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ. നമ്മളൊരു തെറ്റ് ചെയ്ത മാന്യമായിട്ട് അവിടെ പ്രോഗ്രാം കണ്ടോണ്ടിരുന്നതാണ്. അപ്പോൾ ഇവർ ഇത്രയും വന്ന് നമ്മളെ ബ്രൂട്ടലി ഉപദ്രവിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ അടുത്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ മാന്യമായിട്ട് പറഞ്ഞോളൂ, സാർ വണ്ടി എടുക്കാൻ പോവുകയാണ്, പ്രോഗ്രാം കാണുന്നില്ല, വീട്ടിലോട്ട് പോവുകയാണ്.
അനിയന്മാരും കൂടെ ഉള്ള എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് പോകണമെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിനെ അനിയന്മാരെയും ബന്ധുക്കളെ നമ്മൾ വിളിച്ചുകൊണ്ട് പോകില്ല. നമ്മൾ എല്ലാ വർഷവും അവിടെ പോയി പരിപാടി കാണുന്നതാണ്. എല്ലാ വർഷം പോയിട്ട് ഇതുവരെ നമ്മൾ പോയിട്ട് നമ്മൾ ആരുടെ ഒരു പ്രശ്നത്തിന് പോയിട്ടില്ല, നമ്മൾ ആരുടെ ഒന്നും സംസാരിക്കാൻ പോയിട്ടില്ല. നമ്മൾ പോകും, നമ്മുടെ കാര്യം നോക്കും, പരിപാടി കാണാൻ എൻജോയ് ചെയ്യും, തിരിച്ചു വരും. ഇന്നലെ ഇരുന്ന് പരിപാടി കണ്ട് ഓക്കെ എല്ലാം തോന്നിയിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്ന പറഞ്ഞ് വണ്ടി എടുക്കാൻ പോയത്. പക്ഷേ അതിനാണ് ഇത്രയും വലിയ മർദ്ദനം നമുക്ക് കിട്ടിയത്. നല്ലപോലെ അടിയിട്ടിട്ടുണ്ട്, നല്ല രീതിക്ക് നടു ഉൾപ്പെടെ നല്ലപോലെ അടിച്ചിട്ടുണ്ട്. അടിക്കലെന്ന് പറഞ്ഞിട്ടും ഒരു മയമില്ലാത്ത രീതിക്കാണ് അവർ നമ്മളെ പിറകെ മണ്ണന്തല പോലീസ് സ്റ്റേഷനാണ്. SIയും കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസും ചേർന്നിട്ടാണ് അടിച്ചത്. ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് നമ്മളെ കണ്ട് ഓടി വന്ന് രാത്രി 2 കൈ കൊണ്ട് പിടിച്ച് വെച്ചാണ് അടിച്ചോണ്ടിരിക്കുന്നത്. കാരണം പോലും അറിയുന്നതിന് മുമ്പ് വരുന്നവർ അടി തുടങ്ങുകയായിരുന്നു. വരുന്നവരടുത്ത് അടി നിർത്തിയിട്ടുമില്ല, ഒന്നും ചെയ്തില്ല. അത്രയും നേരം ഞങ്ങൾ ബോധരഹിതരായി വീഴുന്നവരെ അവര്. കാരണം ഞാൻ അനിയനെയും കൊണ്ട് മാറി ഇപ്പുറത്ത് പോണ സമയം അഭിരാം കൂട്ടാനാണ്, അവൻ തൊട്ടപ്പുറത്തെ റോഡിലായിരുന്നു. ഒരു പ്രലോഭനമില്ല, നേരെ ഓടിച്ചെന്ന് SI ഉൾപ്പെടെ തന്നെ നേരെ ചെന്ന് പറഞ്ഞാൽ ആദ്യമേ അവനെ മർദ്ദിക്കുകയാണ് ചെയ്യണം. കൂടെ നിന്ന് പോലീസുകാരും ചുറ്റിനിട്ട് അവിടെ തറയിലിട്ട് ലാത്തിക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ അവിടെ കാണുന്ന പ്രശ്നം. ജിബിനാണല്ലോ ആദ്യം മർദ്ദനമേൽക്കുന്നത്. ജിബിനാണ് വണ്ടി എടുക്കാൻ പോയത്. മുഖത്തെ പാടും അതിൻ്റെ ആണോ? അതെ, ഈ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് എന്താ നിങ്ങളോട് പറഞ്ഞ ബൈക്ക് എടുക്കാൻ പോയപ്പോൾ? എങ്ങോട്ട് പോകാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ബൈക്ക് എടുക്കാനായിട്ട് പോവാം, ബൈക്ക് അവിടെ ഒതുക്കി വെച്ചേക്കാം. അപ്പം പരിപാടി കാണുന്നില്ല, വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നീ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച് തള്ളി ഫസ്റ്റ്. ഞാൻ പറഞ്ഞു സാറേ വേറെ ഒന്നുമില്ല. SI ആണോ തള്ളി? അല്ലല്ല, ഒരു കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നത്, ഒരു ഹൈറ്റുള്ള ഒരു പുള്ളിയെ തള്ളിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ വീട്ടിലോട്ട് പോവാം, പരിപാടി കാണുന്നില്ല, പോകാനായിട്ട് സമ്മതിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ അടുത്ത് തള്ളിയിടാന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആരും മദ്യപിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഒരു അരമണിക്കൂർ ആവാനായിട്ട് പോയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞങ്ങൾ കാണാനായിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുമായിരുന്നു. അപ്പോൾ അതിന് ഓൾറെഡി ലേറ്റ് ആയി, വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പോകാനായിട്ട് പോയതാണ്. ഗാനമേള കാണാൻ എത്തിയതെന്നാ പറഞ്ഞത്. അവിടെ ഗാനമേള സമയത്ത് മറ്റെന്തെങ്കിലും ബഹളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോലീസുകാർക്ക് പ്രകോപനമാകുന്ന രീതിയിൽ എന്തെങ്കിലും ബഹളം ഉണ്ടായിരുന്നോ? ക്രൗഡെല്ലാം കാമായിരുന്നു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ആരും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനോ ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് പ്രകോപനമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. അത് നമ്മൾ നിന്നായാലും അവിടെ നിന്നവരിൽ നിന്നായാലും ഇത് ഒരു പ്രകോപനം ഇല്ലാതെയാണ് അവർ നമ്മൾ അറ്റാക്ക് ചെയ്തത്. എന്തെങ്കിലും ചെയ്തിട്ടായിരുന്നെങ്കിൽ ഓക്കെ, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്നവരടുത്തായാലും മാന്യമായിട്ടല്ലാതെ നമ്മൾ ഒരൊറ്റ മനുഷ്യരെ സംസാരിച്ചു. പോലീസിൻ്റെ അടുത്താണെങ്കിൽ ഇത്രയും നമ്മളെ മർദ്ദിച്ചിട്ട് നമ്മൾ മാന്യമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ. സാറേ എന്തിനു അടിക്കണം, അടിക്കല്ലേ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ടും ബ്രൂട്ടലി പിറകെ നടന്ന് അടിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ഓടാത്തയിലാണ് അവർക്ക് ഏറ്റവും വലിയ ഈഗോ പ്രശ്നമായിട്ട് അവർക്ക് നിൽക്കണം. അവരടിക്കുമ്പോൾ നമ്മൾ ഓടണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടേണ്ട കാര്യമുള്ളൂ. ചുമ്മാ നിൽക്കുന്ന നമ്മൾ ഓടേണ്ട ആവശ്യം എന്താണ്? മാന്യമായിട്ട് പരിപാടി കാണാൻ പോയതാണ്. എല്ലാവർക്കും പരിപാടി കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും അവരവരുടെ അവകാശമുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് ഒരു പ്രശ്നമൊന്നും പോയില്ല. അപ്പോൾ അവരുടെ അവകാശത്തിൽ നമ്മളെ ചുമ്മാ മർദ്ദിക്കേണ്ട ആവശ്യം എന്താണ്? വിനോദ് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ച സമയത്ത് പോലീസിന്റെ ഭാഗത്ത് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്. എന്നാൽ ഈ യുവാക്കളുടെ ശരീരത്ത് വലിയ രീതിയിൽ ലാത്തി കൊണ്ട് അടിയേറ്റ പാടുണ്ട്. പുറകു ഭാഗത്ത് മുഴുവനും ലാത്തി കൊണ്ട് അടിയേറ്റ പാടുണ്ട്. അതുപോലെ കൈക്കും മുഖത്തുമൊക്കെ പരിക്കുണ്ട്. ഇവർ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്ന് പറയുന്നു. CT സ്കാൻ അടക്കം എടുക്കാനുള്ള നിർദ്ദേശം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് വന്നിരുന്നു എന്നും പറയുന്നു. അതിലൊരു അഭിറാം എന്ന് പറയുന്ന ഈ യുവാവിന് തീർച്ചയായിട്ടും ഒരു ശാരീരിക അസ്വസ്ഥത നേരിടുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നു, അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടൊരു സംഭവം അല്ലെങ്കിൽ ഈ മറ്റു പ്രകോപനങ്ങളില്ലാതെ പോലീസ് സ്വയം ചെയ്താണെങ്കിൽ വലിയ രീതിയിൽ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം പോലീസിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഈ നിയമത്തെ, അതായത് ഈ ലോ ആൻഡ് ഓർഡറും ക്രമസമാധാനത്തിന്റെ ചുമതല ഉള്ളവരാണ് പോലീസ്. ആ പോലീസ് സംയമനം പാലിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ എന്നതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ പോലീസ് വെറുതെ യുവാക്കളെ മർദ്ദിക്കുകയാണെങ്കിൽ മർദ്ദിച്ചത് തെറ്റായിപ്പോയി എന്നാണ് പറയാനുള്ളത്. മാത്രമല്ല മറ്റൊരു കാര്യം ഈ യുവാക്കൾ തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ ദേവസ്വവുമായി ബന്ധപ്പെട്ട അധികൃതർ, അതായത് ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റി അധികൃതരോട് സംസാരിച്ചപ്പോഴത്തേക്കും ഉത്സവ കമ്മിറ്റി അധികൃതർ പോലീസുമായി ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുത്തൊരു മറുപടി എന്ന് പറയുന്നത് അവിടെ ഒരു ബഹളം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന നിലയിൽ യുവാക്കളെ പറഞ്ഞയക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും അരമണിക്കൂറോളം അര കിലോമീറ്ററോളം ദൂരത്തിൽ ഇവരെ ഇങ്ങനെ പുറകിൽ നിന്നുകൊണ്ട് ലാത്തി കൊണ്ട് അടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തു. വളരെ രീതിയിൽ ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. മുട്ടിന് മുകളിലേക്കാണ് പോലീസിന്റെ ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. തലയ്ക്കും പിൻകഴുത്തിനും അടക്കം മർദ്ദനമേറ്റുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. വലിയ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. 3 പേർക്കും സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. കാരണം മർദ്ദനത്തിൽ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെയും ശാരീരിക അസ്വസ്ഥത വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് ഇവർ പറയുകയും ചെയ്യുന്നു. മനുഷ്യാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ DYSPക്കും SPക്കും അടക്കം പരാതി നൽകുവാൻ വരികയാണ്. മണ്ണന്തല പോലീസിന്റെ ഭാഗത്തു നിന്നാണ്, മണ്ണന്തല SIയും അതോടൊപ്പം തന്നെ കോൺസ്റ്റബിൾമാരും ചേർന്ന് 10-14ഓളം പേരുണ്ടാകുമെന്നാണ് ഈ യുവാക്കൾ പറയുന്നത്. അങ്ങനെ മണ്ണന്തല പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഉണ്ടായിരിക്കുന്നത്. യുവാക്കളെ ഗുരുതരമായി അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മണ്ണന്തല മുക്കോലിക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേള കാണുവാനായിട്ടാണ് ഈ യുവാക്കൾ ക്ഷേത്രത്തിലെത്തുന്നത്. ആ യുവാക്കൾ എത്തി അവരുടെ ബൈക്ക്
ക്ഷേത്രത്തിന്റെ പരിസരത്ത് സ്റ്റേജിന്റെ പരിസരത്ത് വെച്ചിരുന്നു. ഗാനമേള തീർന്നതിന് മുമ്പ് തന്നെ, അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് പോകാൻ ബൈക്ക് എടുക്കാൻ വന്ന സമയത്താണ് പോലീസ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുകയും തുടർന്ന് ഈ യുവാക്കളും പോലീസുമായ ഒരു സംവാദം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ യുവാക്കളെ മർദ്ദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കമുണ്ടാകുന്നത്. ഗുരുതരമായ മർദ്ദനം, അത് ലാത്തി ഉപയോഗിച്ച് തലയ്ക്കും മുട്ടിന് മുകളിലേക്ക് തലയ്ക്കും പിൻകഴുത്തിനും അടക്കം ഗുരുതരമായിട്ട് അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ആ അടിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന്. ഇവരുടെ പിറക് ഭാഗം, പിൻകഴുത്തിന്റെ ഭാഗം താഴോട്ട് ഉള്ള ഭാഗം മുഴുവനും ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ കാണാം. ലാത്തിയുടെ അടിയേറ്റ പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ലാത്തി മാത്രമല്ല, മറ്റ് മറ്റ് തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ യുവാക്കൾ പരാതിപ്പെടുന്നത്. എന്തായാലും ക്രൂരമായ രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ യുവാക്കളെ മർദ്ദിച്ചിരിക്കുന്നത്. 3 യുവാക്കളാണ്, മണ്ണന്തല സ്വദേശികളായ 3 യുവാക്കൾക്കാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റത്. വിനോദ്, തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്ന് കടുത്ത അന്യായം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മണ്ണന്തല പോലീസാണ് ഇത്തരത്തിൽ 3 യുവാക്കളെ, ഗാനമേള കാണാനെത്തിയ 3 യുവാക്കളെ തല്ലിച്ചതച്ച് പരിക്കേൽപ്പിച്ചത്. അവരോട് അനീതി കാട്ടിയെങ്കിൽ അതിനെതിരെ അത്തരം നടപടികളിലേക്ക് പോയ പോലീസിനെതിരെ നടപടി ഉണ്ടായേ മതിയാവുകയുള്ളൂ. അവർ നീതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വാർത്ത നൽകാനായി ജനം TV ഓഫീസിൽ നേരിട്ട് എത്തിയത്. അവരുടെ വിവരങ്ങളാണ് തത്സമയം പ്രശാന്ത് ശങ്കരമംഗലത്ത് കൈമാറിയത്. ഗുരുതരമായ തെറ്റ് കാണിച്ച പോലീസിനെതിരെ നടപടി ഉണ്ടായേ മതിയാവുകയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്.